കുഞ്ഞാറ്റൊക്കെ കഴിച്ചോ? ഫുള്ള് കഴിക്കണം കേട്ടോ. ആരാണ് ഓണടിക്കുക? ചോറൊക്കെ അടുപ്പത്തായിട്ട് അമ്മ അരി എടുത്തിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞു. രാവിലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു ഇന്നലത്തെ കേട്ടോ, അത് തിളപ്പിച്ചൂറ്റി വെച്ചതാണ്. നല്ല മണം. അത് വെന്തോ മാളെ? കറിയല്ല എന്നാലും അതല്ലല്ലോ. അത് ഇത്തിരി വെള്ളം വെച്ചിട്ട് 2-3-4 പ്രാവശ്യം വിസിലടുപ്പിച്ചാൽ മതിയായിരുന്നേ. മസാല എങ്ങനെ ഉണ്ടാക്കി? ഏലക്കായ പിന്നെ ഗ്രാമ്പൂ പട്ട അല്ലല്ലേ പെരിഞ്ചീരകം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെന്താ പെരിഞ്ചീരകം അതായിരിക്കണം ആ കുപ്പിയിൽ. പച്ചപ്പട്ടാണി കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നല്ലേ അമ്മ അത് ഓർമ്മയില്ലാതെ മീനും മേടിച്ചിക്കണു കേട്ടോ. അപ്പോൾ ഇനി മീൻ നന്നാക്കണം. അനിയത്തി കുക്കറിൽ വെച്ചു. ആ കുക്കർ ശരിയല്ലാത്തതുകൊണ്ടേ കുക്കർ എന്താ പറയുക എത്ര വെച്ചാൽ വെള്ളം അങ്ങനെ അതിൻ്റെ ഇത് കൂടെ അങ്ങനെ ചീറ്റി പോവുക പുറത്തേക്ക് പോവുക. ചെറിയ കുക്കറുമാണ്. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ, അപ്പോൾ അവൾ ഇനി 2-3 വിസിലൊക്കെ അടുപ്പിച്ചു കേട്ടോ. എന്നിട്ട് ബാക്കി ഇനിയിപ്പോൾ വേവട്ടെ പറഞ്ഞിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഞാൻ അഡ്വാൻസ് ആയിട്ടൊക്കെ എന്താ പറയുക ലൈവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം കേട്ടോ. മീൻ മേടിച്ചു. ഇനിയിപ്പോൾ എന്തായാലും മീൻ ശരിയാക്കണം. ചോറൊക്കെ തിളച്ചു. അനിയത്തി അവിടെ കടല മസാല ഇട്ടിട്ട് മസാലക്കറി പോലെ വെക്കാറിട്ട് ഇപ്പോൾ അവളത് വെക്കുന്നുണ്ട് കേട്ടോ. വേവിക്കൂലേ? ഈ കടല എടുത്ത് നോക്കിയോ വെന്തണോ? അധികം മൂപ്പില്ലാത്ത കടലേ തോന്നണോ, അതുകൊണ്ട് പെട്ടെന്ന് വേവിക്കൂലേ. ഒരു തക്കാളി കീറിട്ടോ? അതെ. തക്കാളി ഞാൻ ഏട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തായാലും തക്കാളി മീൻ കറിക്ക് വേണ്ടേ, ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോൾ എന്താ ഇഞ്ചിയോ? എന്തായാലും തട്ടിക്കൂട്ടി എന്തായാലും മസാലക്കറി ഉണ്ടാക്കണുണ്ടായിരുന്നു. വനിതമ്മ സ്പെഷ്യൽ മസാലക്കറി. കണ്ടോളൂ വരും. അപ്പൊ ചോദിക്കണേ. അപ്പൊ എന്തിനാ? അപ്പൊ ഞാൻ ഫോൺ കൊണ്ട് നടക്കാറുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണേ. അപ്പൊ എന്താ നടക്ക എന്നോട് ചോദിച്ചൂടെ? ഇവിടെ ഒരു സാധനം കാണാല്ലാത്രേ. അപ്പൊ അവള് വരുമ്പോഴല്ലേ അപ്പൊ ഞങ്ങളോട് ചോദിക്കണ്ടേ? ചോദിച്ചാൽ നമ്മള് പറഞ്ഞു കൊടുക്കില്ലേ അല്ലേ? ഞാൻ വേറെ കാര്യങ്ങൾ ഞാനപ്പം ആ OTP ചോദിച്ചിട്ട് വിളിച്ചോണ്ട് ഞാൻ അപ്പൊ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. നേരെ കാണിച്ചു തരുന്നുണ്ടല്ലോ അപ്പൊ ഇന്ന്. എന്തു എണ്ണ തേച്ചോ? എണ്ണ തേക്കിട്ടോ മെല്ലെ പിടിച്ചിട്ട് ഇതാക്കുക, അല്ലെങ്കിൽ അവൾക്ക് വേദനിക്കുള്ളേ കേട്ടോ. അങ്ങനെ പിടിക്കുക, മുരട്ടിൽ പിടിക്കും മൂടിയുടെ. കഴിഞ്ഞോ? ആ 2 മീന് അല്ല അതന്നെ ഉണ്ടാവും പറയാ. വലിയ പണിയൊന്നുമില്ല. അവൾക്ക് എന്താ പറയുക മീന് വേണം. മീൻകാരൻ ചേട്ടൻ വരുമ്പോഴത്തേന് ഇറങ്ങി ഓടാൻ നിൽക്കും കുഞ്ഞാറ്റ. അയാളാണെങ്കിലോ നമ്മൾ മീനിൻ്റെ കൂട്ടം കൂടുമ്പോഴത്തേനും അയാൾ പറയും എല്ലായിടത്തും വിലയാണ്, ഈ വിലക്ക് നിങ്ങൾക്ക് ഞാൻ തന്നെയില്ല, ഇതാണ് വിലയുടെ കാര്യം പറഞ്ഞ് ഓരോ ആൾക്കാർക്ക് അയാൾ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കട്ടെ. എന്നാ കറി ഞാൻ വെക്കുന്ന അത് പോയിട്ട് കുഞ്ഞാറ്റ പോയിട്ട് ഇങ്ങനെ അതിന് പൂ പറിക്കുക തലേ ചൂടുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കുക മീൻ കറിക്ക്. അവളവിടെ മസാലക്കറി കുക്കറിൽ വേവണല്ലേ, കുക്കറിൽ അത് ശരിയാവണില്ല. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിക്കുക. എനിക്കാണെങ്കിൽ കടലയൊക്കെ നല്ല വേവണം. എനിക്ക് മാത്രം വന്നാൽ മതി. കുക്കർ ഇനിയിപ്പോൾ മേടിക്കണം, നന്നാക്കി എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. മീൻകറിയൊക്കെ അടുപ്പത്ത് കയറിയിട്ടോ. അതാ
കറിക്ക് ഇനി മീൻ അല്ല വെള്ളം തിളച്ച് വരുമ്പോഴേ മസാലയൊക്കെ തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കണം. പിന്നെ വറക്കാനുള്ള മീൻ അതാ അനിയത്തി അവിടെ വറക്കുന്നുണ്ട്. രണ്ടാം ട്രിപ്പാട്ടോ ഇടുന്നത് മീൻ പൊരിച്ചത്. ഒന്നായി. എല്ലാം കഴിക്കവള്. മീൻ കണ്ട പിന്നെ മീൻ കഴിക്കണില്ലേട്ടാ? അമ്മ അതാട്ടോ കഴിക്കണു. കറിയൊക്കെ ഇവരൊക്കെ ചോറുണ്ട് കേട്ടോ, അനിയത്തിയും കുട്ടിയും. പിന്നെ കടക്കാണൊക്കെ റെസ്റ്റില്ല. നേട്ടം കഴിച്ചേട്ടാ? ഞാനേ കൊടുത്തോണ്ട് കൈ കഴുകിയില്ലേ? കഴിച്ചു. 2:30 ആകുമ്പോഴത്തേനാ പോണ്ടത്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോ എന്താണ് മീമി വേണമെന്നോ? അമ്മമ്മ പാത്രം എടുക്കുക അറിയും മീൻകാരൻ ചേട്ടന്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേന്. അത് മീനാ തിന്നണതേ. അവളങ്ങട് കഞ്ഞി കുടിച്ചിട്ട് മീനാ തിന്നണതേ. വൈകുന്നേരം കൊണ്ടുവന്ന് തരുമോ ഞാൻ പറഞ്ഞൊക്കെ? ഇറച്ചി മീനൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നേരത്തെ നീച്ച് കുളിക്കണം അല്ലേ? ആ, തിരുവാതിരയ്ക്ക് അങ്ങനെയല്ലേ എടി? നാളെ തിരുവാതിര എത്ര? ഞാൻ പേട്ടൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ധനുമാസത്തിലെ തിരുവാതിര. അന്നലെ ഫോണിലായിട്ട് ഞാൻ എന്തോ നോക്കിയപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് മറന്നുപോയി ഞാൻ. ആ ആ മറക്കരുത് കേട്ടാ, കൊണ്ടുവരണം. ഗുളിക കഴിച്ചോ? ഗുളിക ഉണ്ടോ കയ്യിൽ? മരുന്ന് കഴിക്കട്ടോ. വെള്ളക്കുപ്പി വേണ്ടേ? ഏട്ടനിനി ഓട്ടണ്ട് പറഞ്ഞിട്ടേ, കോങ്ങാട്ടിക്ക് ഓട്ടണ്ട് പറഞ്ഞിട്ട് ഏട്ടൻ പോവുകയാണ്. അപ്പം അതെ, ഞാൻ വീഡിയോ പറയാം. ഒന്നുമില്ല, ഇന്നലെ അനിയത്തി നല്ലൊരു ഏറ് കൊടുത്തുക്കണു കണ്ണിൻ്റെ അവിടേക്കേ. വല്യച്ഛൻ്റെ കുട്ടി തന്നെ എറിഞ്ഞത്. ശരി എന്നാ. അപ്പൊ അതിന് ചേച്ചി കല്യാണം കഴിച്ചും പോവും. ഏട്ടാ വരണട്ടോ വൈകുന്നേരം. ഞാൻ ചോറിട്ടില്ല, ഇനി ഞാൻ ചോറിനട്ടെ. ചോറ് വിളമ്പിയിട്ടില്ല. എല്ലാവർക്കും കൊടുത്ത് കുഞ്ഞാറ്റയ്ക്ക് കഞ്ഞി കൊടുത്ത് ഏട്ടന് ചോറ് വിളമ്പി വെച്ചപ്പോഴത്തിന് ഞാൻ കഴിക്കാൻ എടുക്കട്ടെ കേട്ടോ. ഇത് രാവിലെ മുതൽ ഒന്ന് ചായക്ക് കടിക്കാത്തോണ്ടേ ഭയങ്കര വിശപ്പ് കേട്ടോ. അതാരാ വലിച്ചെറിഞ്ഞ്? അവിടെ നമ്മളെ ശർക്കര ശ്വാസം മുട്ടിക്കും. മതി, കറിയൊക്കെ അവിടെ ഉണ്ടല്ലോ, എന്നിട്ട് അവിടെ നിൽക്കാം. കറിയായി. പിന്നെന്താ മസാലക്കറി കേട്ടോ. ഇതിൻ്റെ അനിയത്തിയുടെ സ്പെഷ്യലാണ്. കുറേ ദിവസമായി ഇതോടെ ഇരിക്കുന്നത്. ഇതില്ലാത്തോണ്ട്, കുക്കർ ശരിയല്ലാത്തോണ്ട് ഭയങ്കര പ്രശ്നം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻ പൊരിച്ച് ഞാൻ കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് കഴിച്ചിട്ട് കാണാം. ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കിടന്നു കേട്ടോ. എണീച്ചപ്പോഴത്തേന് സമയം കുറച്ചായി. ഇനിയിപ്പം ഇന്നലെ അലക്കി അവിടെ കവറിലുണ്ടാവുമ്മ. അവിടെ ഒരു കവറിൽ മേശപ്പുറത്ത് നോക്കിയോക്കാ. എന്നാൽ വയന്തമ്മ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഇനി അലക്കാനുണ്ട്. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കല്ലൊക്കെ ഒന്ന് ഇതാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ വർഷം, പുതിയ തുടക്കമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ബാത്റൂം കെട്ടാനുള്ള കല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കണം.
പിന്നെ കുറച്ച് മെറ്റൽ, പഴയ മെറ്റൽ വീട് പണിക്ക് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ആ വീട് പണിക്ക് കൊണ്ടുവന്ന മെറ്റൽ അതൊക്കെ കുറേ മണ്ണായിട്ടും ഒക്കെ കാടൊക്കെ കയറിയിട്ട് അവിടെ കനാലിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇന്നലെ അമ്മ പോയിട്ട് കുറച്ച് ചപ്പൊക്കെ വെട്ടി. അപ്പോൾ ഇനി ചപ്പ് വെട്ടിയിട്ടുണ്ട്, ഇനി അത് കൊണ്ടുവരാൻ പറ്റുമോ നോക്കണം. അതൊക്കെ ഉണ്ട് ഇനി കുറച്ച് പരിപാടികൾ, കുറച്ചുള്ളൂ അലക്കാൻ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ, നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങളുണ്ടെങ്കിലേ നമുക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളാണ് നമ്മുടെ ആശ്രയം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഒരുപാട് പേര് കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓളെന്ന ഓപ്ഷനൊക്കെ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ. കുഞ്ഞാറ്റ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരി, അപ്പോൾ ടാറ്റ, ബൈ, സീ യു.